പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. 1848 ഫെബ്രുവരി 21 ലോക ചരിത്രത്തെ ആകമാനം ഇളക്കിമറിച്ച ആ രാഷ്ട്രീയ ലഘുലേഖ വിളംബരം ചെയ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്നറിയപ്പെട്ട ജർമ്മനിയിലെ ഒരു സംഘം വിപ്ലവകാരികളുമായിരുന്നു ആ സ്വപ്നത്തിന്റെ പതാകവാഹകർ. 1871 മാർച്ച് 18 പാരീസിലെ തൊഴിലാളി വർഗം അഡോൾഫ് തിയേഴ്സിന്റെ ഭരണത്തെ കടപുഴക്കി ഭരണ ആസ്ഥാനത്ത് ചെങ്കൊടി നാട്ടി. ചരിത്രപ്രസിദ്ധമായ പാരീസ് കമ്മ്യൂൺ, ആദ്യത്തെ തൊഴിലാളി വർഗ ഭരണകൂടത്തിന്റെ കാഹളം. ഫ്രാൻസും പ്രഷ്യയും ചേർന്ന് പാരീസ് കമ്മ്യൂണിനെ ചോരയിൽ മുക്കിക്കൊന്നെങ്കിലും 1917 ഒക്ടോബർ വിപ്ലവത്തിലൂടെ ആ ചരിത്രം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് 3.5 പതിറ്റാണ്ടേ വേണ്ടി വന്നുള്ളൂ ലോകത്തെ പകുതിയോളം ജനസംഖ്യയും കമ്മ്യൂണിസ്റ്റ് കൊടിക്കീഴിൽ അണിനിരക്കാൻ. 1917 റഷ്യൻ വിപ്ലവം ഇന്ത്യൻ വിപ്ലവകാരികളെയും ആവേശം കൊള്ളിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടാനിറങ്ങിയ ചില ഇന്ത്യൻ വിപ്ലവകാരികളും തങ്ങളുടെ ആയുധങ്ങളും ആശയങ്ങളും കൂർപ്പിക്കാൻ അക്കാലത്ത് സോവിയറ്റ് യൂണിയനിലേക്ക് കുടിയേറി. 1920 ഒക്ടോബർ 17 സോവിയറ്റ് യൂണിയനിലെ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ ടാഷ്കെൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജന്മം കൊണ്ടു. യമൻ റോയ്, എവലിൻ ട്രെൻഡോയ്, അബനി മുഖർജി, റോസാഫിറ്റിൻ ഗോവ്, മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖ്, MPBT ആചാര്യ എന്നിവർ അംഗങ്ങളായി 7 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. സഖാവ് മുഹമ്മദ് ഷഫീഖ് സെക്രട്ടറിയായി. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ചേർന്ന വിപ്ലവ പരിപാടി തയ്യാറാക്കാനുള്ള ചുമതല ഏറ്റെടുത്തു. അവിടെ തുടങ്ങുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ യാത്രകൾ. 1925 ഡിസംബർ 26 കാൺപൂരിൽ വെച്ചാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് സംഘങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. SV ഖാട്ടയുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം. 1927 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര എക്സിക്യൂട്ടീവ് പുനഃസംഘടിപ്പിച്ചപ്പോൾ SV ഖാട്ടെ ജനറൽ സെക്രട്ടറിയായി. 1943 മെയ് 28 മുംബൈയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പാർട്ടി കോൺഗ്രസ് സഖാവ് PC ജോഷിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അജയ് ഘോഷ്, BT രണദിവെ, C രാജേശ്വര റാവു, P സുന്ദരയ്യ, EMS, ഹർകിഷൻ സിംഗ് സുർജിത്, പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, MA ബേബി പിന്നീട് ഓരോ ചരിത്രഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം ആളിക്കത്തുന്ന കാലം. മറ്റേതെങ്കിലും പാർട്ടിയോ സംഘടനകളോ ആവശ്യപ്പെടുന്നതിന് മുമ്പേ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഗാന്ധിജി പോലും അപ്രായോഗികമാണെന്ന് പറഞ്ഞ് തള്ളിയതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം. 1924 വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമാണ് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഒരു ഉണർവുണ്ടായത്. 1928 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തെ നയിച്ചവരെല്ലാം ഇടതുപക്ഷക്കാരായിരുന്നു. പിൽക്കാലത്ത് തല ഉയർത്തി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു. മലബാറിലെ ആദ്യത്തെ കോൺഗ്രസുകാരിൽ ഒരാളായ മൊയാരത്ത് ശങ്കരനാണ് മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹ ആഹ്വാനത്തിന് കേരളത്തിൽ അഗ്നി പകർന്നത്. K കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്കായിരുന്നു സത്യാഗ്രഹ ജാഥ. മൊയാരത്ത് ശങ്കരനും CH ഗോവിന്ദൻ നമ്പ്യാരുമായിരുന്നു പൈലറ്റുമാർ. P കൃഷ്ണപിള്ള, TS തിരുമുമ്പ്, K മാധവൻ, KA കേരളീയൻ, KP ഗോപാലൻ, KK വാര്യർ തുടങ്ങിയവർ നേതാക്കൾ. ജാഥയ്ക്ക് മേലെ ചൊവ്വയിൽ സ്വീകരണം നൽകിയത് AKGയുടെ നേതൃത്വത്തിൽ. ഏപ്രിൽ 23 പയ്യന്നൂരിൽ വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘനം. 1930 ജൂലൈ 8 സംസ്ഥാന വ്യാപകമായി ഉപ്പ് കുറുക്കൽ സമരത്തിന് ആഹ്വാനമുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് NC ശേഖർ, പൊന്നറ ശ്രീധർ, NB കുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ ജാഥ പുറപ്പെട്ടു. ആ ജാഥയിൽ വെച്ചാണ് അംശി നാരായണപിള്ള പാടിയത് വരിക വരിക സഹചര്യ സഹന സമര സമയമായി, കേരളത്തിന്റെ സ്വന്തം സ്വാതന്ത്ര്യ സമര ഗീതം. കേരളം തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളായും ബ്രിട്ടീഷ് മലബാറായും 3ആയി പിരിഞ്ഞു നിൽക്കുന്ന കാലം. ഒരൊറ്റ സമരത്തിലൂടെ കണ്ണി ചേർക്കപ്പെട്ടത് ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയായിരുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രമല്ല, ഐക്യ കേരളം എന്ന സ്വപ്നത്തിലേക്കുമുള്ള ആദ്യത്തെ ചുവടുവയ്പായിരുന്നു അത്. 1931 ഒക്ടോബർ 21 AKGയുടെയും തിരുമുമ്പിന്റെയും നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ജാഥ പുറപ്പെട്ടു. രാജ്യം മുഴുവൻ ഗുരുവായൂരിലേക്ക് ഉറ്റുനോക്കി. AKGയും തിരുമുമ്പും ജയിലിലായി.
പി കൃഷ്ണപിള്ള ക്ഷേത്രത്തിൽ കയറി മണിയടിച്ചു. ക്ഷേത്ര ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ കൃഷ്ണപിള്ള വിളിച്ചു പറഞ്ഞു, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ പുറത്തടിക്കും. ഗുരുവായൂർ സത്യാഗ്രഹം അന്നൊരു പരാജയമായിരുന്നെങ്കിലും പല വിജയങ്ങളുടെയും തുടക്കമായിരുന്നു. 1937 സെപ്റ്റംബറിൽ കോഴിക്കോട്ടെ ഒരു തട്ടിൻപുറത്ത് പി കൃഷ്ണപിള്ളയും NC ശേഖറും കെ ദാമോദരനും EMSഉം ഒത്തുകൂടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം SV ഘാട്ടെ ആ 4 സംഘത്തിന് മുന്നിൽ പാർട്ടി പരിപാടി വിശദീകരിച്ചു. കോൺഗ്രസിൽ വലതുപക്ഷ ഇടതുപക്ഷ ഏറ്റുമുട്ടൽ ശക്തമായ കാലം. 1938 KPCC ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ പ്രസിഡന്റും EMS സെക്രട്ടറിയുമായി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പരിണമിച്ചു. ഡിസംബറിൽ പിണറായിയിലെ പാറപ്പുറത്ത് 71 സമര നായകർ ഒത്തുചേർന്നു. 1940 സെപ്റ്റംബർ 15 ബ്രിട്ടീഷ് സർക്കാരിന്റെ മർദ്ദക വാഴ്ചയ്ക്കെതിരെ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ KPCC ആഹ്വാനം ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ പ്രതിഷേധ റാലിക്കാണ് കണ്ണൂരിലെ മൊറാഴ സാക്ഷ്യം വഹിച്ചത്. ചരിത്ര പ്രസിദ്ധമായ മൊറാഴ സംഭവം. തലശ്ശേരി ജവഹർ ഘട്ടിൽ സ്കൂൾ അധ്യാപകനായ അബുവും ബീഡിത്തൊഴിലാളിയായ ചാത്തുക്കുട്ടിയും രക്തസാക്ഷിയായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷികൾ. മൊറാഴ സംഭവത്തിന്റെ പേരിൽ പിടിയിലായ KPR ഗോപാലനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അറാക്കൽ കുഞ്ഞിരാമൻ ഉൾപ്പെടെ മറ്റ് നേതാക്കൾക്ക് ജീവപര്യന്തം ശിക്ഷ. KPRനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ ഉയർന്നു. ഗാന്ധിജിയും നെഹ്റുവും ഇടപെട്ടു. ബ്രിട്ടീഷ് പാർലമെന്റ് വരെ കുലുങ്ങി. കൊലക്കയറിൽ നിന്നും ആ പോരാളി ഇറങ്ങി വന്നു. 40കൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലമായിരുന്നു. നാടെങ്ങും പോലീസിന്റെ ഭീകരവാഴ്ച. പാർട്ടി അതിസാഹസികമായ ഒളിവ് പോരാട്ടങ്ങളിലേക്ക് കടന്നു. ജയിലറകളും മർദ്ദനവും വെടിവെപ്പും തൂക്കുകയറും ഓരോ കമ്മ്യൂണിസ്റ്റ് പോരാളിയെയും കാത്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരസ്യപ്രവർത്തനം തുടങ്ങിയ ശേഷം നടന്ന ആദ്യത്തെ കർഷക സമരമാണ് കയ്യൂർ. ജന്മിയായ നീലേശ്വരം രാജയുടെ ചൂഷണത്തിനെതിരെയായിരുന്നു കർഷക സംഘത്തിന്റെ സമരം അണപൊട്ടിയത്. മർദ്ദകവീരനായ പോലീസുകാരൻ സുബരായന്റെ മരണം കയ്യൂരിനെ രക്തക്കളമാക്കി. 1943 മാർച്ച് 29 പുലർച്ചെ 5 മണിക്ക് കയ്യൂർ സഖാക്കളായ മഠത്തിലപ്പുവിന്റെയും പൊടോര കുഞ്ഞമ്പു നായരുടെയും കോയിത്താറ്റിൽ ചിരുകണ്ഠന്റെയും പള്ളിക്കൽ അബൂബക്കറിന്റെയും കഴുത്തിൽ തൂക്കുകയർ വീണു. ചൂരിക്കാടൻ കൃഷ്ണൻ നായർക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു നൽകി. 2ാം പ്രതി VV കുഞ്ഞമ്പുവിനെയും 3ാം പ്രതി EK നായനാരെയും പോലീസിന് പിടികൂടാനായില്ല. 1945 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രമേയത്തിലൂടെ ആത്യന്തിക സമരത്തിലേക്ക് കുതിക്കാൻ ആഹ്വാനം ചെയ്തു. 1946 കരിവെള്ളൂർ സമരം അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു. കരിവെള്ളൂർ സംഭവം കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷമായിരുന്നു കാവുമ്പായിയിലെ ചെറുത്തുനിൽപ്പ്. തില്ലങ്കേരി, പഴശ്ശി, പുന്നപ്രവയലാർ, ഒഞ്ചിയം, മുനയൻകുന്ന്, ശൂരനാട്, സേലം ജയിൽ കൂട്ടക്കൊല, പാടിക്കുന്ന്, അങ്ങനെ എത്രയെത്ര പോരാട്ടങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ. 1946 പുന്നപ്ര വയലാർ സമരം വിജയിച്ചിരുന്നെങ്കിൽ കേരള ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം മാത്രമല്ല, ഇന്ത്യയുടെയും ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ നടന്ന അന്തിമ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. യന്ത്രത്തോക്കുകൾക്ക് മീതെ വാരിക്കുന്തങ്ങൾ അലറിപ്പാഞ്ഞു. പുന്നപ്രയിലും വയലാറിലും മേനാശ്ശേരിയിലും മാരാരിക്കുളത്തും മനുഷ്യ ശവങ്ങളുടെ മലകൾ ഉയർന്നു. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ ദ്വിമുഖ സമരമാണ് ദേശീയ പ്രസ്ഥാന കാലത്തും പിൽക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചത്. കേരളത്തിലെ പുന്നപ്ര വയലാറും ബംഗാളിലെ തേഭാഗയും ആന്ധ്രയിലെ തെലങ്കാനയും അസമിലെ സുർമയും മഹാരാഷ്ട്രയിലെ വർളിയും പിന്നെ കയ്യൂരും കരിവെള്ളൂരും മൊറാഴയും കാവുമ്പായിയും മുനയൻകുന്നും പാടിക്കുന്നുമെല്ലാം ചുവന്ന് തുടുത്തത് അങ്ങനെയാണ്. കോടിക്കണക്കിന് ആളുകളെ ഫ്യൂഡൽ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് വിമോചിപ്പിച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അടിമ തൊഴിലാളി വർഗത്തിന് ആത്മബോധവും അവകാശബോധവും ഉയർത്തിപ്പിടിക്കാൻ ശക്തി നൽകിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പോരാട്ടങ്ങളുടെ എല്ലാം സാഫല്യമായിരുന്നു 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ലോക ചരിത്രത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും അത് ഒരു തുള്ളി രക്തം പോലും പൊടിയാത്ത ഒരു ലോക സംഭവമായിരുന്നു. 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് 87,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച AKG ആദ്യ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി.
രാജ്യസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം പി സുന്ദരയ്യയ്ക്കായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നെഹ്റുവിനേക്കാൾ വോട്ട് നേടി ജയിച്ചതും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. തെലങ്കാന സമര നേതാവ് രവി നാരായണ റെഡ്ഡി. പാർലമെന്റിലെ എകെജിയുടെ ശബ്ദം ഒരു ജനതയുടെ ശബ്ദമാണെന്ന് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ ഉറക്കെ പറഞ്ഞു. 1959 EMS മന്ത്രിസഭയെ അട്ടിമറിച്ച ജനാധിപത്യ ധ്വംസനത്തിനെതിരായി എകെജി പാർലമെന്റിൽ ആളിപ്പടർന്നു. അടിയന്തരാവസ്ഥ കാലത്ത് രോഗക്കിടക്കയിൽ നിന്നുവരെ ചാടി എഴുന്നേറ്റ് വന്ന് സമഗ്ര അധികാരത്തിനെതിരെ സമരം നയിച്ചു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ കൌൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേർ ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചത്. 1964 ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെ കൽക്കത്തയിൽ ചേർന്ന 7ാം കോൺഗ്രസ് 9 അംഗം പോളിറ്റ് ബ്യൂറോയെ തെരഞ്ഞെടുത്തു. തെലങ്കാന സമരനായകൻ സഖാവ് പി സുന്ദരയ്യ പുതിയ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി. PBയിലെ മറ്റംഗങ്ങൾ AKG, EMS, BT രണദിവെ, P രാമമൂർത്തി, ഹർകിഷൻ സിംഗ് സുർജിത്, പ്രമോദ് ദാസ് ഗുപ്ത, ജ്യോതി ബസു എന്നിവരായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു ആ നവരത്നങ്ങൾ. EMS നമ്പൂതിരിപ്പാട്, ഹർകിഷൻ സിംഗ് സുർജിത്, പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, MA ബേബി എന്നിവർ പാർട്ടിയുടെ ഇതുവരെയുള്ള ജനറൽ സെക്രട്ടറിമാർ. CPI-M രൂപീകരിക്കപ്പെട്ട 1964 മുതൽ 72 വരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് CH കണാരനായിരുന്നു. തലശ്ശേരിയിലെ ബീഡി തൊഴിലാളികളിൽ നിന്ന് അവകാശബോധത്തിന്റെ തീയായി ഉയർന്നു വന്ന നേതാവ്. 1939 തലശ്ശേരി ബീഡി കമ്പനി സമരത്തെ തുടർന്ന് 1 വർഷത്തോളം CH തടവിലാക്കപ്പെട്ടു. തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനാകുന്നതിന് മുമ്പ് ഐത്തോച്ചാടന സമരങ്ങളുടെ നായകനായിരുന്നു കണാരൻ ചീക്കോളി എന്ന CH കണാരൻ. 1963-64 കാലത്തെ തിരുത്തൽവാദത്തിനെതിരെയും 1967-1969 കാലത്തെ ഇടതുപക്ഷ വ്യതിയാനത്തിനെതിരെയും പാർട്ടിയുടെ പ്രതിരോധ മതിലായിരുന്നു CH. കയ്യൂർ സമരനായകനായ EK നായനാർ 1972-ലും 1992-ലും CPI-Mന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. 1980 മുതൽ 1992 വരെ സംസ്ഥാന സെക്രട്ടറിയായത് പുന്നപ്ര വയലാർ സമരനായകൻ VS അച്യുതാനന്ദനും. കണ്ണൂരിലെ നെയ്ത്ത് തൊഴിലാളികളുടെ നേതാവായ ചടയൻ ഗോവിന്ദൻ 1996 മുതൽ സംസ്ഥാന സെക്രട്ടറിയായി. 1971 തലശ്ശേരി കലാപകാലത്ത് കലാപത്തീ തടയാനും തലശ്ശേരിയിലെ പാർട്ടിയെ നയിക്കാനുമായി CH ചുമതല നൽകിയ യുവാവാണ് ചടയൻ. ശേഷം കേരളത്തിലെ പാർട്ടിയെ നയിച്ച പിണറായി വിജയൻ. EK നായനാർക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ടുള്ളതും പിണറായി വിജയനാണ്. ജനകോടികളുടെ ഹൃദയം കീഴടക്കിയ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു 2015 മുതൽ സംസ്ഥാന പാർട്ടി. കോടിയേരി അനാരോഗ്യം കാരണം അവധിയിൽ പ്രവേശിച്ചപ്പോൾ A വിജയരാഘവൻ ആക്ടിംഗ് സെക്രട്ടറിയായി. 2022 കോടിയേരി ഓർമ്മയായതോടെ സമരഗ്രാമമായ മൊറാഴ ജന്മം നൽകിയ MV ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിലെ പാർട്ടിയുടെ പടനായകനായി. 1917 റഷ്യൻ വിപ്ലവം തൊട്ട് സ്ത്രീ പോരാളികൾ കൂടി രക്തം ചീന്തി ചുവപ്പിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാട്ട പാതകൾ. റഷ്യൻ വിപ്ലവത്തിലെ ഉജ്ജ്വലമായ സ്ത്രീ പങ്കാളിത്തമാണ് 1920 കമ്മ്യൂണിസ്റ്റ് വനിതാ ഇന്റർനാഷണലിന് പ്രേരണയായത്. സോവിയറ്റ് യൂണിയനിലെ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ ടാഷ്കെൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജന്മം കൊണ്ടതും അതേ വർഷമാണ്. മുഹമ്മദ് ഷഫീഖ് സെക്രട്ടറിയായ 7-അംഗ കമ്മിറ്റിയിൽ 2 പേർ സ്ത്രീകളായിരുന്നു. MN റോയിയുടെ ഭാര്യയായിരുന്ന എവലിൻ ട്രെന്റ് റോയിയും അബനി മുഖർജിയുടെ ഭാര്യയായ റോസ ഫിറ്റിൻ ഗോവും. ഇരുവരും ഇന്ത്യക്കാരല്ല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമ്മ്യൂണിസ്റ്റ് അംഗം സുഹാസിനി ചതോപാധ്യായാണ്. ഇന്ത്യയുടെ വാനം പാടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന സരോജിനി നായിഡുവിന്റെ ഇളയ സഹോദരി. 40കളിൽ SA ഡാംഗയ്ക്കും AC ഖാട്ടയ്ക്കും BT രണദിവയ്ക്കുമൊപ്പം ബോംബെയിലെ എണ്ണമറ്റ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പോരാട്ടങ്ങളെ നയിച്ച സുഹാസിനി ചതോപാധ്യായ ഉയർത്തിപ്പിടിച്ച ആ ചുവന്ന കൊടി തന്നെയാണ് പിന്നീട് തെലങ്കാന സമരത്തിലെ ചിത്യാല ഇളമ്മയെയും മല്ലു സ്വരാജ്യത്തെയും മഹാരാഷ്ട്രയിലെ ആദിവാസി പ്രക്ഷോഭത്തിലെ ഗോദാവരി പരുലേക്കറേയും പോലുള്ള വീരനായികമാരെ സൃഷ്ടിച്ചത്. KR ഗൗരിയമ്മയും ക്യാപ്റ്റൻ ലക്ഷ്മിയും അഹല്യ രംഗനേക്കറും കനക് മുഖർജിയും പങ്കജ് ആചാര്യയും K ദേവയാനിയും സുശീല ഗോപാലനും ജാനകി അമ്മാളും
പാപ്പ ഉമാനാഥും മംഗളേശ്വരി ദേബർമ്മയും ഇള ഭട്ടാചാര്യയും വൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും യു വാസുകിയും മറിയം ധാവളയുമായി പടർന്നു പന്തലിച്ച ആ ചരിത്രപാതയിലൂടെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, വിശിഷ്യ CPIM മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.